പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയത് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും നല്ലേപ്പള്ളിയിൽ പ്രതിഷേധ സൂചകമായി ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. രാവിലെ 11 മണിയോടുകൂടി ഇരു കൂട്ടരും സൗഹൃദ കരോൾ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് മാട്ടുമന്തയിൽ നിന്നും നല്ലേപ്പള്ളി UP സ്കൂളിലേക്കും ഡിവൈഎഫ്ഐ UP സ്കൂളിൽ നിന്നും നല്ലേപ്പള്ളി ജംഗ്ഷനിലേക്കും സൗഹൃദ കരോൾ നടത്തി. ഇരു കൂട്ടരും പരസ്പരം കണ്ടുമുട്ടിയിടത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള സൗഹൃദം പങ്കിടൽ. രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം മതസൗഹാർദ്ദമാണ് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്. അത് യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നു. ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നതിലുപരിയായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ ക്രിസ്മസ് നടത്താൻ വേണ്ടി പാടില്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. ഈ സന്ദേശം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളി പറയാൻ ഇത്ര നേരം വരെയായി BJP തയ്യാറായിട്ടുണ്ടോ? ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തി. ആഘോഷം തടഞ്ഞത് വർഗീയ സമീപനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രിസ്തീയ സഭ മനസ്സിലാക്കണമെന്നും TP. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടുകൾ ഈ പ്രശ്നത്തിൽ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ പൊതുവെ കേരളത്തിലില്ല. എന്നാൽ ചില ശക്തികൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നത് കടുത്ത പ്രതിഷേധാർഹമാണ്. ക്രിസ്മസ് ആഘോഷം കലക്കിയതിന് പിന്നിൽ BJP നേതൃത്വമെന്ന് സന്ദീപ് വാര്യർ. BJPയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി. ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്തു കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി VHP പ്രവർത്തകർ അതിക്രമം കാട്ടിയത്. പ്രതികളായ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി നല്ലേപ്പള്ളി വടക്കുംതറ K അനിൽകുമാർ, ബജറംഗ് ദൾ ജില്ലാ സംയോജക് V സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തെക്കുമുറി K വേലായുധൻ എന്നിവർ നിലവിൽ റിമാൻഡിൽ ചിറ്റൂർ സബ് ജയിലിലാണ്. ഇന്നത്തെ ദിവസം ചിറ്റൂര് സാക്ഷിയായത് മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തെ സൗഹൃദ കൂട്ടായ്മയ്ക്കാണ്. ക്യാമറമാൻ മൽഘോഷിനോടൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഈ സംഭവം നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മോടൊപ്പം BJP സഹയാത്രികൻ ശ്രീ ഷാവു പ്രസാദ് ചേരുന്നുണ്ട്. ഒപ്പം രതീഷ് പുതുശ്ശേരി, പാലക്കാട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ഒപ്പം സന്ദീപ് വാര്യരും നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരും. ശ്രീ ഷാവു പ്രസാദ്, ഈ നല്ലേപ്പള്ളി ആ സംഭവം ഞെട്ടലോടെയാണ് ക്രൈസ്തവ സമൂഹമൊക്കെ തന്നെ കേട്ടതും അതിൻ്റെ നടപടികളുമൊക്കെ തന്നെ വീക്ഷിച്ചത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, BJP സംസ്ഥാനത്ത് ക്രൈസ്തവരുമായി ഒരു മമതയോടുകൂടി പോവുകയും ക്രൈസ്തവരുമായി ബാന്ധവം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ BJP പ്രധാനപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ സംഘപരിവാറിൻ്റെയും BJPയുടെയും ഒക്കെ തന്നെ ഈ ക്രൈസ്തവ സ്നേഹം അഭിനയമാണ്, കപടമാണ് എന്ന് കൂടി സംശയിക്കപ്പെടുന്ന, ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണോ ഇന്നലെ ഉണ്ടായത്? ശ്രീ ഷാവു പ്രസാദ്. പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു സംഘടനയിലെ പാലക്കാട്ടെ ലോക്കൽ ലീഡർഷിപ്പാണ്. അവിടെ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നതും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ഇനി ആയിക്കോട്ടെ, സംഘപരിവാർ എന്നുള്ള ആ ഒരു ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. ഇനിയും ഇവിടെ ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ ഈ ടൈമിങ് കുറച്ചൊന്ന് തെറ്റിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ വശങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് ഒരു വലിയ ബഹളം ഉണ്ടാക്കി വലിയ ഒരു സംഭവമാക്കി പിന്നീട് അങ്ങനെയാണ് പൊതുവെ പതിവ്. പക്ഷേ ഇത് ഇത്തിരി വൈകിപ്പോയി. ഞാനിപ്പോൾ അറിഞ്ഞിടത്തോളം കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് കുട്ടികളെ ഈ വേഷമണിയിച്ച് സ്കൂളിന് പുറത്തേക്ക് ഒരു ഘോഷയാത്രയായി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇവിടെ എല്ലാ മതവിഭാഗങ്ങളുടെയും നിങ്ങൾ ഇതുപോലെ ചെയ്യുമോ എന്ന് ചോദിക്കുകയും സ്കൂളിൽ പ്രധാനാധ്യാപകയോടും ചെന്ന് ചോദിക്കുകയും അല്ല കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി അവിടെ അവസാനിച്ച ആ ഇഷ്യൂ. അതിനുശേഷമാണ് അവരെ അവിടുന്ന് സംഭവ സ്ഥലത്തു നിന്നും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും വലിയ ബഹളം ഉണ്ടാവുകയൊന്നുമല്ല ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധ്യതയുണ്ട്,
BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാധ്യത അതിൻ്റെ അകത്ത് കണ്ട് ഈ പറഞ്ഞ പോലെ DYFIയും CPM-ഉം ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം കൂടെ ഒത്തുകളിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ശരി, കേസ് തന്നെയാണ്. അത് കേസ് അതിൻ്റെയും നിയമം അതിൻ്റെ വഴിക്കും നടക്കും. അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ഇങ്ങനെ നിസ്സാരമാണ് കാര്യങ്ങളെങ്കിൽ എന്തിനാണ് അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇതിനെ ശക്തമായി അപലപിക്കുകയും സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയ നടപടിയെ ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്ന് ജോർജ് കുര്യൻ എന്തിനാണ് അങ്ങനെയെങ്കിൽ പറഞ്ഞത്? അല്ല, ഞാനും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അവർക്കെതിരെ നടപടി എടുക്കട്ടെ. നടപടിയോടൊന്നും ആർക്കും എതിർപ്പൊന്നുമില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെന്നേ. അതിൻ്റെ പേരിൽ ഇത് സംഭവം നടക്കട്ടെ. ഇനിയും അതല്ല വലിയ ഇഷ്യൂ ആയിട്ടാണ്, അവിടെ വർഗീയ രീതിയിലുള്ള ഇഷ്യൂ ആയിട്ടാണ് ഉണ്ടായതെങ്കിൽ, അങ്ങനെയാണ് സംഭവമെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് പോയി നടപടികളായിട്ട് തന്നെ നീങ്ങട്ടെ. അതിൻ്റെ അകത്ത് എന്താ തർക്കം? ഞാൻ പറഞ്ഞോ? ഞാൻ അറിഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അവിടെ തന്നെ തീർക്കാമായിരുന്ന ഇഷ്യൂ, ഞാനതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അവിടെ തന്നെ തീർക്കാമായിരുന്ന ഇഷ്യൂ അത് ഇത്ര വലിയൊരു സംഭവമാക്കി മാറിയതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ K അനിൽകുമാർ എന്ന് പറയുന്നത്. ജില്ലാ സംയോജകമാണ് വി സുശാസനൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതല്ല ഈ നേതാക്കളുടെ റോൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു ചെറു മീനുകൾ അല്ലെങ്കിൽ അങ്ങനെ വന്ന് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയെന്ന് നമുക്കതിനെ ലഘൂകരിക്കാൻ കഴിയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന നേതാക്കൾ ആരെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ്, സുരേന്ദ്രനും ടീമും ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് നല്ല സന്ദേശവുമായി, ക്രിസ്മസ് സന്ദേശവുമായി, കേക്കുമായി പോവുകയാണ്. അപ്പോൾ ഒരു വശത്ത് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു, മറുവശത്തോടുകൂടി വിഷം ഓമിപ്പിക്കുന്നു. അത് ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ അവരെ ഉടനടി തള്ളിപ്പറയണം. ഞങ്ങളുടെ ടീമല്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ കാണിച്ചത് ശുദ്ധമായ മോശമാണ് അല്ലെങ്കിൽ അത് ശരികേടാണെന്ന് പറയാൻ ധൈര്യപ്പെടാത്ത എന്തുകൊണ്ട് ശ്രീ ഷാവു പ്രസാദ്? അല്ലെന്നേ, അവർ BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ഭാഗമല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അവർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അവിടെ ജില്ലാ നേതൃത്വത്തിലുള്ളവരാണ്. അങ്ങനെ ഇല്ലെന്ന് അവരും സംഘപരിവാറും തമ്മിൽ നേരത്തെ BJP പ്രവർത്തകരായിരുന്നു, ഇപ്പോൾ സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗമാണ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചുമതലയിലുള്ളവരാണ്, ഒരേ ചിന്താധാരയിലുള്ളവരാണ്. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് അവരെ തള്ളി പറയാൻ പറ്റില്ലല്ലോ. അവർ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ പറ്റുമോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെന്നേ. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അവരെ തള്ളിപ്പറയണം. ശ്രീ ഷാവപ്രസാദ് തോന്നുന്നില്ലേ അവർ ചെയ്തത് തെറ്റാണെന്ന്? നമ്മളെ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ യുവജന സംഘടനകൾ കാട്ടിക്കൂട്ടുകയാണ് എന്നല്ല. അവിടെ കയറി അധ്യാപകർക്ക് ദുരനുഭവം ഉണ്ടായി, കുട്ടികളോട് ദുരനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ അത് തുറന്നു പറയുന്നു. അപ്പോൾ പോലീസ് അവിടേക്ക് എത്തുക സ്വാഭാവികമാണ്. അതായത് അവിടെ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. പറയുന്നു, കേൾക്കുന്നു, അറിയുന്നു, കേൾക്കുന്നു, അല്ലല്ല പറയുന്നുണ്ട് പ്രതികരണമുണ്ട്. പറയുന്നു, കേൾക്കുന്നു എന്നൊക്കെ ശരി, ആയിക്കോട്ടെ. ഞാൻ പറയുന്നതില്ലേ, അവരിപ്പോ അറസ്റ്റിലാണ്, അവർ റിമാൻഡിലാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ സുഹൃത്തെ. അങ്ങനെ ഷാവപ്രസാദ് അവരെ പൂർണ്ണമായും തള്ളുന്നു അല്ലേ? ഷാവപ്രസാദ് അവരെ പൂർണ്ണമായും തള്ളുകയാണ്. ഞാനതല്ല പറഞ്ഞ. ഇല്ലില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഞാൻ അറിഞ്ഞ ഒരു വിഷയമുണ്ട്. ഇത് അവിടെ തന്നെ തീർന്ന ഒരു ചെറിയ വിഷയമാണിത്. ആ വിഷയം ഒരു ലോക്കൽ ഇഷ്യൂ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ വിജീഷേ, 6-7 മാസം മുമ്പ് ഈ കോഴിക്കോട് ഒരു സർക്കാർ സ്കൂളിലല്ല, മാനേജ്മെന്റ് സ്കൂൾ സമയമല്ലാത്ത സമയത്ത്, പ്രവർത്തന സമയമല്ലാത്ത സമയത്ത് ആ സ്കൂളിലെ ഒരു മാനേജറുടെ വകയായി ഇതായിട്ട് ഒരു ഗണപതി ഹോമം നടന്നപ്പോൾ ഈ DYFIക്കാർ അവിടെ കയറി ചവിട്ടിക്കുറിച്ച് ഇവിടെ ദുർമന്ത്രവാദം നടക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ ഇവിടെ ഒരു വാർത്തയായിരുന്നല്ലോ. അന്ന് നിങ്ങളെടുത്ത നിലപാടെന്താണ്? അന്ന് കേരളത്തിലെ മാധ്യമങ്ങളെടുത്ത നിലപാടെന്താണ്? പബ്ലിക് സ്കൂൾ മതപരമായ കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നു എന്നാണല്ലോ നിങ്ങളെല്ലാവരും എടുത്തത്.
സമാന വിഷയം ശ്രീ ഷാവു പ്രസാദ്, ചില കാര്യങ്ങൾ നമുക്ക് നിയമപരമായി അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നിയമമില്ല. എന്നാൽ അത് ശരികേടാണെന്ന് വെച്ചാൽ രണ്ട് തരം വശങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. നല്ല സന്ദേശങ്ങളാണെങ്കിൽ, നല്ല സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാ രീതിയിലും നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ അനുവദനീയമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാം നടക്കണം. അത് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ കരോളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണോ നബിദിനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിന് വിഷലിപ്തമല്ലാത്ത കാര്യങ്ങൾ നടക്കട്ടെ എന്നേ. അതിനെന്താ കുഴപ്പം? ഈ ചോദ്യം ചെയ്യാൻ ഇവരൊക്കെ ആരാണ്? അട്ടിപ്പേർ അവകാശം ഇവർക്ക് കൊടുത്തേക്കുവാണ്. അവിടെ ശരികേട് നടക്കുന്നു. ഇവരാണ് ചോദ്യം ചെയ്യാൻ പോലീസിന്റെ പണിയാണെന്ന് എടുക്കുന്നത്. അവർക്കാർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ VHP പ്രവർത്തകർക്ക്? അത് DYFI പ്രവർത്തകരായാലും ആരായാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങിയ അവിടുത്തെ പാലക്കാട്ടെ സംഭവം, അതിന്റെ ഉൾപിരിവുകൾ, അതിന്റെ മറുവശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രതീഷ് പുതുശ്ശേരി, ഈ ഷാവു പ്രസാദ് പറഞ്ഞത് കേട്ടുവല്ലോ. അദ്ദേഹം പറഞ്ഞത് അവിടെ സമാധാനപരമായി തീരേണ്ട ഒരു പ്രശ്നത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങൾ കുറച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. അതാണോ സംഭവിച്ചത്? അതല്ല, ഇതിൽ വലിയ രീതിയിൽ മുറിവേറ്റ ഒരു സാഹചര്യമുണ്ട്. ഇത് കുറച്ചുകൂടി കുത്തി പെരുപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഒരു സാമുദായിക അന്തരീക്ഷമൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ മലീനസമാകുമായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത് രതീഷ്? അതായത് നല്ലേപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ VHPയുടെ നേതൃത്വത്തിൽ, ജില്ലാ നേതൃത്വത്തിൽ, ഷാവു പ്രസാദ് പറഞ്ഞതുപോലെ ലോക്കൽ നേതാക്കന്മാരല്ല, ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് ആക്രോശിച്ച് അവിടെ ക്രിസ്മസ് കരോൾ പരിപാടി നടത്താൻ പാടില്ല എന്ന് അധ്യാപകരെയും അവിടുത്തെ HMനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു ലോക്കൽ നേതാക്കന്മാരാണെന്ന്, പിന്നെ പറഞ്ഞു ജില്ലാ നേതാക്കന്മാരാണെന്ന്, പിന്നെ പറഞ്ഞു തള്ളിപ്പറയാൻ കഴിയില്ല എന്ന്. BJPയുടെ നയം ഹിന്ദു വർഗീയവാദം വളർത്തിയെടുത്ത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെയും ക്രൈസ്തവർക്കെതിരെയുമുള്ള ആധിപത്യം സ്ഥാപിക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് BJPയുടെ നയം. ആ BJPയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ VHPയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ഒരു സമരപരിപാടി നടന്നത്. ആ സമരപരിപാടിയെ ന്യായീകരിക്കാൻ ഉളുപ്പുള്ളവൻ ഒരുത്തൻ വന്നും പ്രതികരിക്കില്ല. ഇവിടുത്തെ പാലക്കാട്ടിലെ BJPക്കാർ, ഇവിടുത്തെ VHPക്കാർ, ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാർ ഒരുത്തൻ പോലും പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ കേരളത്തിൽ ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് കേരളമെന്ന് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഇവിടെ ഉത്തരേന്ത്യയിൽ കാണിക്കുന്നത് പോലെയുള്ള ജാതി മത വർഗീയ പ്രീണനം നടത്തി ഹൈന്ദവർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് വോട്ട് നേടാം എന്നാണ് ഇവിടുത്തെ BJPക്കാരും VHPക്കാരും തീരുമാനിച്ചതെങ്കിൽ, ആഗ്രഹിച്ചതെങ്കിൽ ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയുന്നു, മതേതര കേരളം ഇവരെയൊക്കെ ചവിട്ടി തുപ്പി കാർക്കിച്ച് കോളാമ്പിയിൽ തുപ്പും എന്ന് ഇവിടുത്തെ ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJPക്കാരോട് പറയാൻ ആഗ്രഹിക്കുക. വളരെ വ്യക്തമായി പറയാം, ഒരു അപലപനീയമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന കാര്യമായി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒന്ന് അവസാനിക്കേണ്ട പ്രശ്നത്തെ നിങ്ങൾ ഊതിപ്പിരിപ്പിച്ചു എന്ന ഒരു ആരോപണം ഇപ്പോൾ എതിർചേരി ഉയർത്തുന്നുണ്ട്. അതിന് അടിസ്ഥാനമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇവര് വെറുതെ വർഗീയത പറയുകയാണ്. ഇവര് വർഗീയത, ഞാൻ പറയട്ടെ, ഭഗവാൻ ശ്രീ സ്വാമി ശബരിമല ശ്രീ അയ്യപ്പ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് നമ്മളൊക്കെ പോകുന്നവരാ. ശ്രീ ധർമ്മശാസ്താവിനെ നമ്മൾ തൊഴുതാൻ പോകുമ്പോൾ വാവരപള്ളിയിൽ പോയി അവിടെ പോയി തൊഴുത് തേങ്ങ ഉടച്ച് പോകുന്നവരാ. മതം, ജാതി ഇതൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ല. എത്ര കാലം നമ്മൾ ജീവിക്കും? ഒരു ക്യാൻസർ വന്നാൽ 3 മാസം, ഒരു അറ്റാക്ക് വന്നാൽ എപ്പോൾ പെട്ടെന്ന് വേണം ചാവാ, അല്ലേ? നമ്മൾ ഒരു രക്തത്തിന് വേണ്ടി B പോസിറ്റീവ്, A പോസിറ്റീവ്, OB നെഗറ്റീവിനൊക്കെ രക്തത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളവിടെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ രക്തത്തിന്റെ ഗ്രൂപ്പ് വാങ്ങിക്കണത്, ബ്ലഡ് വാങ്ങിക്കണത്? അല്ലല്ലോ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ
നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആപ്തവാക്യം പോലും പാലിക്കാൻ കഴിയാത്ത വർഗീയ വിഷം ചീറ്റുന്ന BJPയുടെ VHPയുടെ ഹിന്ദു ഐക്യവേദിയുടെ ഈ നെറുകേടിനെതിരെ ഈ കേരളത്തിലെ മതേതര ജനമനസ്സ് ഇവർക്കെതിരാണ്. അല്ലാതെ ശ്രീ ശ്യാമപ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെയും ശ്രീ രതീഷ് അതിനെ ഖണ്ഡിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ്. സന്ദീപ്, ഇന്നിപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ അപലപിക്കേണ്ട ഒരു വിഷയമായി ഇന്നലത്തെ സംഭവം, പാലക്കാട് സംഭവം മാറിയിട്ടുണ്ടോ? കാരണം ഇന്നിപ്പോൾ അതിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് ഇന്ന് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി ആശംസാ കാർഡുമായി BJPയുടെ സംസ്ഥാന നേതൃത്വം പോവുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ ക്രൈസ്തവ സഭയെയും അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളെയും ചേർത്ത് വയ്ക്കുന്നു, മറുവശത്ത് പിന്നിലൂടെ ഇങ്ങനെ വിഷലിപ്തമായ സാഹചര്യം ഒരുക്കുന്നുണ്ടെങ്കിൽ കപടമായിരുന്നോ ഇവരുടെ സ്നേഹം? എന്താണ് സന്ദീപ് വാര്യർ ഇതിൻ്റെ സവിശേഷമായ ചില വശങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ശ്രീ സന്ദീപ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹേറ്റ്രഡ് ഉണ്ട്. ആ ഹേറ്റ്രഡ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ്, ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നവരാണ്, മിഷണറി പ്രവർത്തനം നടത്തുന്നവരാണ്, അതുകൊണ്ട് അവരെല്ലാവരും എതിർക്കപ്പെടേണ്ടവരാണ്, അവരുടെ ആഘോഷങ്ങളൊന്നും ഇന്ത്യയിൽ നടത്താൻ പാടില്ലാത്തതാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം, ആ വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിനെതിരായി പാലക്കാട് പോലെ, പ്രത്യേകിച്ച് നല്ലേപ്പള്ളി പോലെ വളരെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് പോലും കടന്നു ചെന്നുകൊണ്ട് ഇത്തരം വർഗീയമായിട്ടുള്ള വിഭജനത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും അവിടുത്തെ ക്രിസ്മസ് ആഘോഷം തടയാനുമൊക്കെയുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് കേക്കുമായി പോകുന്നു എന്ന് പറയുമ്പോൾ BJP ഇക്കാര്യത്തിൽ പോകുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുകയോ അതല്ലെങ്കിൽ ഈ നടന്ന സംഭവത്തെ തള്ളിപ്പറയുകയോ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. മറിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് ഓൺ ചെയ്തിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതാവ് തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി. അല്പസമയം മുമ്പ് ഇതിനെ നിഷിദ്ധമായിട്ട് എതിർത്തിട്ടുണ്ട്. അങ്ങേയറ്റത്തെ അപലപനീയമായ സംഭവമാണിത്. മാത്രമല്ല കേരള സർക്കാരിന്റെ പോലീസ് നടപടിയെ ശ്ലാഘിച്ചുമുണ്ട്. അപ്പോൾ പറയേണ്ട ആള് പറഞ്ഞിട്ടുണ്ട് എന്നാണ് BJP നേതൃത്വങ്ങൾ പറയുന്നത്. ജോർജ് കുര്യനാണ് എത്തിയിരിക്കുന്നത്. ജോർജ് കുര്യൻ പറഞ്ഞത് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന്. അതോടുകൂടി തീരുമോ കാര്യങ്ങൾ? ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പാർട്ടിയുടെ നിലപാട് പറയേണ്ട ആളല്ലല്ലോ. ജോർജ് കുര്യൻ മന്ത്രിസഭയുടെ ഭാഗമാണ്. അദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയുടെ നിലപാട് പറയുന്നത്? പാർട്ടിയുടെ നിലപാട് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് കാര്യം പറഞ്ഞത്? ഒരു ഗവൺമെന്റിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള വിദ്വേഷം, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വിദ്വേഷം, അത് ആ ഐഡിയോളജിയുടെ വിദ്വേഷം, അതാണ് ഇവിടെ പുറത്തു വന്നുള്ളത്. ആ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ശ്രീ രാജശേഖരൻ തന്നെ വന്നിട്ട് ഈ വിഷയങ്ങളിൽ അവരുടെ പ്രവർത്തകർ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ പത്രസമ്മേളനം നടത്തിയത്. അതിന്റെ ബൈറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു സംഘപരിവാർ സംഘടനയാണല്ലോ. അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് ഓൺ ചെയ്യുന്നു. അതേ സമയത്ത് BJP ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 3-ൽ 2 പേർ, അനിൽകുമാർ നേരത്തെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിന്റെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രണ്ടാമത്തെയാൾ അവിടുത്തെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല ഈ 2 പേരും, 3-ൽ 2 പേരും, മൂന്നാമത്തെ ആളില്ല, 3-ൽ 2 പേരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി BJPക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. അവിടെ വിവിധ സമുദായ സംഘടനകളെ നേതാക്കന്മാരെ കാണാനും അവരുമായി സംസാരിക്കാനും ചുമതലയിലുണ്ടായിരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഈ സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ പറഞ്ഞത് ഇത് RSS നേരിട്ടിറങ്ങി, പാലക്കാട് സംഘമിറങ്ങി, ഇനി വിജയം സംഘവിജയം എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഇറങ്ങിയ ആളുകളിൽപ്പെട്ടവരാണിവർ. അവരാണ് പോയിട്ട് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ജനസംഖ്യയിൽ ആകെ 2.7% വരുന്ന ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു ആഘോഷം ലോകത്ത് എല്ലാവരും ആഘോഷിക്കുന്നതാണ്. അതിൽ ജാതി മത ഭേദമൊന്നുമില്ല. യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം, ക്രിസ്തുമസ് എല്ലാവരും ആഘോഷിക്കുന്നു, സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. അവിടെ ക്രിസ്മസ് പാപ്പ സമ്മാനങ്ങളുമായി വരുന്നത് കാത്തിരിക്കുന്ന ഒരു ബാല്യം എല്ലാവർക്കും ഉള്ളതല്ലേ. അതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള അതിൻ്റെ ഒരു കഥയും പശ്ചാത്തലവും ഒക്കെ, അദ്ദേഹം വരുന്ന ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ക്രിസ്മസ് പാപ്പയൊക്കെ കാത്തിരിക്കുന്ന ബാല്യം എല്ലാവർക്കും ഉള്ളതല്ലേ. അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിൽ പോലും വിഷം കലർത്താൻ, വർഗീയ വിഷം കലർത്താൻ ഒരു മടിയുമില്ലാത്തവരാണ് BJPക്കാർ എന്നുള്ളത്, സംഘപരിവാറുകാർ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് നല്ലേപ്പള്ളിയിൽ. ഈ നിമിഷം വരെ BJPയോ RSSോ ഈ വിഷയത്തിൽ ഈ നിമിഷം വരെ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല, അതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല. ശ്രീ സന്ദീപ് വാര്യർ 2 നാൾ മുമ്പാണല്ലോ
ഈ ക്രിസ്മസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതേ ജോർജ് കുര്യന്റെ വസതിയിൽ പ്രധാനമന്ത്രി എത്തുകയും അവിടെ സഭയുടെ അധ്യക്ഷന്മാരടക്കം പങ്കെടുത്ത ഒരു ചടങ്ങാണ്. ഇപ്പോൾ ഡൽഹി സേക്രഡ് സ്കൂളിലേക്ക് പ്രധാനമന്ത്രി വീണ്ടും പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ BJPയുടെ നേതാക്കളുടെ അറിവോടുകൂടി ഇത്തരം ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുമോ? മറ്റൊന്ന്, ക്രൈസ്തവ സഭകളോട് ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു ബാന്ധവം ഉറപ്പിക്കാൻ വേണ്ടി BJP നോക്കുന്ന ഒരു ഘട്ടത്തിൽ ചില സംഘപരിവാർ സംഘടനകൾ, അതിൽ VSP ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘപരിവാർ സംഘടനകൾ അതിന് കടക്കൽ കത്തി വെക്കുന്ന തരത്തിലേക്ക് അവരുടെ മറ്റെന്തെങ്കിലും അജണ്ടയുമായിട്ടുള്ള പുറപ്പാടാണോ? കാരണം അതിനെ ചെറുതായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അടക്കം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ BJP പറയുന്ന പോലെ ഒരു നിഷ്കളങ്കതയോടുകൂടി നമ്മളിതിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഒന്ന്, ജോർജ് കുര്യൻ മന്ത്രിയാണ്. മന്ത്രിക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ നിലപാടേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. രണ്ട്, ജോർജ് കുര്യൻ പാർട്ടിയിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് കാന്ധമാലിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുള്ളതൊക്കെ ജോർജ് കുര്യൻ BJPയുടെ ഭാഗമായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ജോർജ് കുര്യൻ എക്കാലത്തും BJPയുടെ ഒരു കേഡർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് BJPയുടെ നിലപാടേ പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ BJPയുടെ മുഖം വൈറ്റ് വാഷ് ചെയ്യേണ്ട ചുമതലയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ അഭിപ്രായം പറയും. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് ദീർഘകാലമായിട്ട് ഇവർ തുടരുന്ന വിദ്വേഷപരമായിട്ടുള്ള സമീപനമാണ്. ആ സമീപനം പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം പുറമേക്ക് എത്രയൊക്കെ അഭിനയിച്ചാലും മുഖത്ത് എത്രമാത്രം വിനയം വാരിപ്പൊത്തിയാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള ഫ്രോഡുകൾ പുറത്തു വരുമെന്ന് അറബിക്കഥയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുപോലെയാണ് BJPയുടെ കാര്യം. BJP എത്രയൊക്കെ പുറമേക്ക് മതേതരത്വം വാരിപ്പൊത്തിയാലും പുറമേക്ക് ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിച്ചാലും അകത്ത് ആന്തരികമായിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള ക്രൈസ്തവരോടുള്ള വിദ്വേഷമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഈ ക്രിസ്മസ് കേക്കുമായി പോയതിന് ശേഷവും BJPയുടെയും സംഘപരിവാറിൻ്റെയും പ്രസിദ്ധീകരണങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരായിട്ടുള്ള ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJPയുടെയും അല്ലെങ്കിൽ RSSൻ്റെയും ഒക്കെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലടക്കം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനത്തിനെതിരായിട്ടുള്ള നിരവധി ലേഖനങ്ങൾ അതിനുശേഷവും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം, ഇതിനൊക്കെ എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ജനസംഖ്യയിൽ കേവലം 2.7% വരുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തെ ബുള്ളി ചെയ്യുകയും അവരെയും മറ്റ് ഇതര സമുദായങ്ങളെയും സഹോദര സമുദായങ്ങളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി വർഗീയ വിദ്വേഷം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രപ്പകണ്ഡ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണക്കാക്കിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഇവർ ഒരു വശത്ത് കൂടി കേക്കുമായി പോകുന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ ബോൺ നഥാലെ നടക്കുമ്പോൾ തൃശ്ശൂർ റൗണ്ടിലൊക്കെ നമുക്ക് കാണാം പല BJPയുടെ മുഖങ്ങളും അതിലുണ്ടാകാം. പക്ഷേ ആത്യന്തികമായി ആ ബോൺ നഥാലെയും എതിർത്തിരുന്നവരാണ് BJPക്കാർ എന്നുള്ളതാണ് വസ്തുത. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള 2 പേർ BJPയുടെ ചുമതലയിൽ ഇരുന്ന സജീവ BJP പ്രവർത്തകരാണ്. ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ജില്ലാ നേതൃത്വം മുഖേന പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടെ ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അവർക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് മതേതര കേരളത്തിന് ഏക ആശ്വാസമായിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടതാണ്. കേരളം അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ മറ്റ് അതിന്റെ പിറ്റേ വർഷം ഒരു കാലാവധി എന്തായാലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരികയാണ്. കേരളത്തിലേക്കടക്കം മാർപ്പാപ്പയുടെ ഒരു വരവിന് വേണ്ടിയുള്ള നീക്കങ്ങളും പ്രതീക്ഷയോടുകൂടി തന്നെ ക്രൈസ്തവ സമൂഹം നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണാം? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണേണ്ടതാണോ? അതല്ല, ഈ പറയുന്നത് പോലെ തന്നെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ കാര്യമായ രീതിയിലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. അപ്പോൾ സഭാ നേതൃത്വം ഈ വിഷയത്തെ കാമ്പുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ അനുരണനങ്ങൾ ചെറുതല്ല എന്ന രീതിയിലാണോ സമീപിക്കേണ്ടത്? എന്താണ് ഈ വിഷയത്തിൽ ഇനി ഉയരേണ്ടത്? കാരണം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഇന്നത്തെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന രീതിയിലാണ് BJPയുടെ അനൗദ്യോഗികമായ പ്രതികരണങ്ങൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. അല്ല, BJP എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. കാരണം വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ നിലവിലെ ചുമതലയിരിക്കുന്നവരും നേരത്തെ BJPയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നവരും BJPയുടെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ വരെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുമായ ആളുകൾ ക്രൈസ്തവർക്കെതിരെ നടന്ന അല്ലെങ്കിൽ ക്രിസ്മസിനെതിരായി നടന്ന ഒരു വിഷയത്തിൽ ജയിലിലായിട്ട് BJP അതിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർക്ക് അതിലുള്ള പങ്ക് വ്യക്തമാണല്ലോ. അവർക്കതിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ. ഇനി എന്ത് പ്രതികരിക്കണം? അവർ പ്രതികരിക്കുന്ന സമയത്ത് ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണ്ടേ? അങ്ങനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നതിന് പകരം വിശ്വ ഹിന്ദു പരിഷത്ത് അതിനെ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ തള്ളിപ്പറയും?
വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘപരിവാർ സംഘടന പരസ്യമായി പത്രസമ്മേളനം നടത്തി ആ നടന്ന അക്രമത്തിൽ ഉൾപ്പെട്ടവരെ ന്യായീകരിച്ചിരിക്കുകയാണ്. അതിക്രമത്തെ ന്യായീകരിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ BJP അതിനെ തള്ളി പറയും? അതായത് സന്ദീപ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം സഭകളുടെ അരമനകളിലേക്ക് കേക്കുമായും ആശംസാ കാർഡുമായി പോകുന്നതിന് മുൻപ് സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം, അല്ലെങ്കിൽ നൽകാനുള്ള ഒരു ഔചിത്യം കാണിക്കണമല്ലേ? അല്ല, ഔചിത്യ ബോധമൊന്നും ഇല്ലാത്ത ആളുകൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് അക്കാര്യമൊന്നും പറയുന്നില്ല. മറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ, കേരളത്തിൽ BJPയുടെ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. BJPയുടെ ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത് കാപട്യമാണ്, പച്ചക്കള്ളമാണ്. അവർക്ക് അത്തരത്തിൽ ഒരു ക്രൈസ്തവ സ്നേഹവും ഇല്ല. അവർ വോട്ടിന് വേണ്ടി മാത്രം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമത്തിൽ വ്യാജമായിട്ടുള്ള ക്രൈസ്തവ സ്നേഹം അഭിനയിക്കുകയാണെന്നുള്ളത് നല്ലേപ്പള്ളിയിലെ ഈ സംഭവത്തോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ്. തിരക്കിടയിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ശ്രീ ശ്യാമു പ്രസാദ്, VSPയുടെ സംസ്ഥാന നേതാക്കൾക്ക് രാജശേഖരനടക്കം ഇക്കാര്യത്തിൽ ഒരു തെല്ലും കുറ്റബോധം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ BJP എങ്കിലും ഇക്കാര്യത്തിൽ അരമനയിലേക്ക് പോകും മുൻപ് അവരുടെ നിലപാട് അറിയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പലവിധ സംശയങ്ങളും ഉയരില്ലേ ശ്രീ ശ്യാമു പ്രസാദ്? എന്തായാലും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് ഇവിടെ ഒരു ഉപമ പറഞ്ഞിരുന്നു. അതായത് എന്താണ്, എത്രയൊക്കെ വിനയം വാരിത്തേച്ചാൽ ഉള്ളിലെ ഫ്രോഡ് പുറത്തു വരും എന്ന്. എന്തായാലും കുറേ കാലം വിനയം വാരിത്തേച്ച് ഇപ്പം തനി ഫ്രോഡായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രോഡ് മുഖം ഇന്ന് കേരളം മുഴുവനും കാണുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ ആ ഉപമ പറയുന്നതിൻ്റെ അകത്ത് ഒരു കൗതുകവുമുണ്ട്. എന്തായാലും അദ്ദേഹം പോകുന്നതിന് മുമ്പ് ആ മറ്റൊരു ഫ്രോഡ് മുഖം കൂടെ വന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ BJPയോട് അടുക്കരുത്, അവർ പ്രശ്നക്കാരാണ്. അത് തീരുമാനിക്കാനും അത് ചിന്തിക്കാനുമുള്ള ചിന്തിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും ബോധവുമൊക്കെ ആ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അവരത് നല്ല കൃത്യമായിട്ട് ചെയ്തോളും. ഈ കണ്ട ഫ്രോഡുകളുടെ ഒന്നും വർത്തമാനം ഉപദേശമൊന്നും അവർക്ക് ആവശ്യവും വരില്ല. ഇനി അതങ്ങനെ അവിടെ നിൽക്കട്ടെ. പിന്നെയും ഇവിടെ പിന്നെന്താണ് താങ്കൾ ചോദിച്ചത്? BJP നിലപാട് വ്യക്തമാക്കണോ? BJP ഇവിടെ നിങ്ങൾ പല ആവർത്തി ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞത്? ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം എത്രയോ അടിയുറച്ച BJPക്കാരനാണ്. BJP ജനറൽ സെക്രട്ടറി ആയിരുന്നു, BJP വക്താവായിരുന്നു, BJPയുടെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആ രീതിയിലുള്ള അധ്യക്ഷന് അരമനയിൽ പോയി രഹസ്യമായി പറയുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ സഭാവിശ്വാസികളൊക്കെ കേൾക്കെ എന്താണ് ഇക്കാര്യത്തിൽ, ഇതാണ് നിലപാട്, അന്തസ്സായി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് തെല്ലും ആത്മാർത്ഥ കുറവില്ല. അവർ ഈ പറഞ്ഞ മൂന്ന് പേരും പ്രാദേശിക നേതാക്കളാണ്, അവരാണ് ഈ മോശം അസംബന്ധമായ നടപടി സ്വീകരിച്ചത് എന്ന് അവർക്ക് പറയാമല്ലോ. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല സുരേന്ദ്രന്? അല്ല, അതെപ്പോൾ പറയണമെന്ന് അവർ തീരുമാനിച്ചോളൂ എന്ത് പറയണമെന്ന്. ഈ വിനയത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഫ്രോഡുകളുടെ, വിനയത്തിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണ ഫ്രോഡുകളുടെ വർത്തമാനം കേൾക്കുന്നതും അവരുടെ സൗകര്യത്തിനനുസരിച്ചുമല്ല BJP അധ്യക്ഷൻ പെരുമാറുന്നത്. BJP അധ്യക്ഷൻ എപ്പോൾ എന്ത് പറയണമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തീരുമാനിച്ചോളും. ഇനി എന്തു തന്നെയായാലും അവർ അതിൻ്റെ മറുപടി പറഞ്ഞോളും. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സാമൂഹ്യമായ തിരിച്ചടി ഉണ്ടാവണമെങ്കിൽ അത് അവർ സഹിച്ചോളൂന്നേ. നിങ്ങളെന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? BJP എന്താ മറുപടി പറയാത്തത്? BJP പറഞ്ഞോളും, അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ മറുപടി പറഞ്ഞോളും. അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചല്ല BJP പ്രതികരിക്കുന്നത്. അതവർ പറഞ്ഞോളും. ഇവിടെ പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അവർ ആ സംഘടനയുടെ ഭാഗമാണ്. ഇവിടെ അറസ്റ്റിലായവർ ആ സംഘടനയുടെ ഭാഗമാണ്. അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവർക്ക് അവർ വിവരം അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്രയധികം പുകിലും ബഹളവും ഒന്നും ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല എന്ന അവരുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. ഇനി എന്തായാലും സംഭവം കേസെടുത്തിരിക്കുകയാണ്, കേരള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അവർ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കട്ടെ. ശരി, തീർച്ചയായും അങ്ങനെ തന്നെ. വളരെയധികം നന്ദി ശ്രീ ശ്യാമു പ്രസാദ്. സന്ദീപ് വാര്യരൊപ്പം തന്നെ രതീഷ് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അപരമതങ്ങളുടെ ആഘോഷങ്ങൾ തന്നിഷ്ടപ്രകാരം തങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ മാത്രമേ നടക്കാവൂ എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങളും ഭീഷണിയും ഒക്കെ തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഇക്കാലത്ത് വില പോകുമോ? ക്രൈസ്തവ സഭകളും ചിന്തിക്കണം. ഒപ്പം BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോഗ്യകരമായ പ്രതികരണങ്ങളും ഈ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടുമില്ല.